ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള പെപ്പർ ചിക്കൻ കറിയാണ്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ചെറിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, 2-3 പട്ട, 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി 2-3 മിനിറ്റ് ചൂടാക്കിയിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മടിയാണെങ്കിൽ വേണ്ട. നമുക്കൊരു 2 ടീസ്പൂൺ പെപ്പർ പൗഡറും എരിവനുസരിച്ച് എടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്താലും ഇതേ സംഭവം റെഡിയായി കിട്ടും. ഇത് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, ഒരു 7-8 അല്ലി വെളുത്തുള്ളി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ കിലുകിലു എന്നുള്ളൊരു ഇതൊക്കെ മാറി, വെളിച്ചെണ്ണയുടെ ഇതൊക്കെ മാറിയിട്ട് അപ്പോഴത്തേക്ക് അത് റെഡിയാക്കി ഇട്ട് ഇനി ഇതിലേക്ക് വേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പെപ്പർ ചിക്കനിൽ ആ വെളിച്ചെണ്ണയും അതിലുള്ള വേപ്പിലേക്ക് ഒന്ന് മൊരിയുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വേഗം ഒന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് ഈ സമയത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പോരെങ്കിൽ നമുക്ക് പിന്നീട് ഗ്രേവിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കളറൊക്കെ മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം. ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലായി എടുക്കണം. ഇത് റെഡിയായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഈ പാനിൽ തന്നെ നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ പച്ചവെള്ളം എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമായിരിക്കും എപ്പോഴും ബെസ്റ്റ്. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 100 ml. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് 1-2 സമയം തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി, ചിക്കനൊക്കെ വേവൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു ചെറിയൊരു തേങ്ങയുടെ മുഴുവൻ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തലപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 150 ml 150 ml പാല് കാണും. അതൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട. അതൊന്ന് തള വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്കിപ്പോൾ സെർവ് ചെയ്യാനായിട്ട് റെഡിയാക്കാം. ഇനിയിപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ വറുത്ത് അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് മല്ലിയില കൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.